മലയാളികൾ ഒരിക്കലും മറക്കാത്ത രണ്ട് സിനിമകളാണ് വൈശാലിയും ഞാൻ ഗന്ധർവനും. പുരാണവും ദൈവീകതയും ഒരുമിച്ച് ചേർത്ത് മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്ത ചിത്രങ്ങളാണ് ഇത് രണ്ടും. രണ്ടും രണ്ട് സമയത്ത് നടക്കുന്ന കഥകളാണെങ്കിലും കുറച്ച് സാമ്യമൊക്കെ ഇത് തമ്മിലുണ്ട്. പി പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് ഞാൻ ഗന്ധർവൻ. MT വാസുദേവൻ നായരുടെ തിരക്കഥയെ അടിസ്ഥാനമാക്കി ഭരതൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് വൈശാലി. മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്ന നടി തന്നെയാണ് സുപർണ. 11 ചിത്രങ്ങളിൽ അഭിനയിച്ച നടി 4ഓളം മലയാള സിനിമയിൽ അഭിനയിച്ചു. അത്ഭുതമെന്ന് പറയേണ്ട കാര്യമില്ല. ആദ്യ ചിത്രം തൊട്ട് എല്ലാം വമ്പൻ ഹിറ്റുകളാണ് മലയാളത്തിൽ. മഹാരാഷ്ട്രയിൽ ജനിച്ച ഒരു ഉത്തരേന്ത്യൻ ചലച്ചിത്ര നടിയാണ് സുപർണ ആനന്ദ്. 1969 ജനിച്ച ഇവർ ഭരതൻ സംവിധാനം ചെയ്ത് 1988 പുറത്തിറങ്ങിയ വൈശാലി എന്ന ചിത്രത്തിൽ ടൈറ്റിൽ റോൾ ചെയ്തതോടെയാണ് പ്രശസ്തയായത്. അതേ വർഷം പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായ ദേസാബിലെ ജ്യോതി ദേശ്മുഖ് എന്ന കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മലയാളത്തിൽ ഇവർ അവസാനം അഭിനയിച്ച ചിത്രം 1991 പുറത്തിറങ്ങിയ പത്മരാജൻ ചിത്രമായ ഞാൻ ഗന്ധർവനാണ്. 1997 പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായ അസ്റ്റേ ഇൻ ദി പ്രിസൺ ഓഫ് സ്പ്രിംഗ് ആണ് സുപർണ അവസാനമായി അഭിനയിച്ച ചിത്രം. സുപർണ അഭിനയിച്ച മറ്റൊരു മലയാള ചിത്രമാണ് ജയറാം നായകനായ നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതിനു മുൻപ് അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഉത്തരം. അങ്ങനെ മലയാളത്തിൽ ഹിറ്റുകളുടെ രാജകുമാരി തന്നെ എന്ന് പറയാം. ഭരതൻ സംവിധാനം ചെയ്ത് വൈശാലിയിലൂടെയാണ് സുപർണ മലയാളത്തിലേക്ക് എത്തിയത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദ്യ ചിത്രത്തിലെ നായകനെ തന്നെ പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു സുപർണ. അത് എല്ലാ പ്രേക്ഷകർക്കും സന്തോഷം നൽകിയ വാർത്തയായിരുന്നു. അവരുടെ ഇഷ്ട ജോഡി ജീവിതത്തിലും ഒരുമിക്കുന്നു എന്ന് കേട്ടപ്പോൾ ആകെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. വൈശാലി സിനിമയിൽ ഋഷ്യശൃംഗനായി അഭിനയിച്ച സഞ്ജയിനെയാണ് സുപർണ വിവാഹം കഴിച്ചത്. എന്നാൽ അധിക നാള് ആ ബന്ധം ഉണ്ടായിരുന്നില്ല. 2007 ഇവർ വിവാഹമോചിതരുമായി. എന്നാൽ പോലും സഞ്ജയോട് മനസ്സിൽ പഴയ പ്രണയമുണ്ടെന്നാണ് സുപർണ പലപ്പോഴും പറഞ്ഞത്. അഭിപ്രായ വ്യത്യാസം കൂടിവന്നതോടെ ഇരുവരും വിവാഹമോചിതരാകുകയായിരുന്നുവെന്നും പറഞ്ഞിരുന്നു. ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം താരം വീണ്ടും വിവാഹിതയായിരുന്നു. വിവാഹമോചനത്തിന് പിന്നാലെ ഇരുവരും പുനർവിവാഹിതരായി കഴിഞ്ഞിരുന്നു. മക്കൾ സുപർണയ്ക്കൊപ്പമാണ് കഴിയുന്നത്. തന്റെ മക്കളുടെ നല്ല അമ്മയാണ് സുപർണയെന്ന് സഞ്ജയും പറഞ്ഞിരുന്നു. മക്കളെ നന്നായാണ് സുപർണ നോക്കി വളർത്തിയത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും സഞ്ജയ് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ ഇടയിൽ ശത്രുതയില്ല. എൻ്റെ മൂത്ത മകനെ കണ്ടാൽ സഞ്ജയെ പോലെ തന്നെയാണ്. അകന്നാണ് കഴിയുന്നതെങ്കിലും ഇഷ്ടപ്പെട്ടയാളെ സന്തോഷമായി കഴിയുന്നത് കാണുന്നത് സന്തോഷമാണെന്ന് സുപർണയും അന്ന് പറഞ്ഞിരുന്നു. സിനിമയിലേക്ക് തിരിച്ചു വരാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് രണ്ടാമതും വിവാഹിതയാകുന്നത്. അധികം വൈകാതെ തന്നെ കുട്ടികൾ കൂടി ആയതോടെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് വീണ്ടും നീട്ടിവെക്കുകയായിരുന്നു. പിന്നീട് കുടുംബവുമായി പോകാൻ തയ്യാറായി. അങ്ങനെ തന്നെ പഠിച്ചു. കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയതോടെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് ഉപേക്ഷിക്കുകയും കുട്ടികളെ പരിചരിച്ച് കഴിയുകയുമായിരുന്നു. ഇപ്പോൾ ബോംബെയിൽ കുടുംബത്തിനോടൊപ്പം ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുകയാണ് സുപർണ. സിനിമയിലേക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് താരം ആരാധകരെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ സുപർണയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴേക്കും മലയാളികൾ ഒന്നടങ്കം അമ്പരന്നിരുന്നു. കാരണം അതീവ സുന്ദരിയാണ് തങ്ങളുടെ ഇഷ്ടനായിക ഇപ്പോൾ എന്ന് അവർ കരുതിയില്ല. ആ രൂപമാറ്റം അവരെ അത്ഭുതപ്പെടുത്തി.